കമന്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇന്നതിനൊക്കെയാണ് ബ്രേക്ക്, ഇന്നതിനൊക്കെയാണ് ആൻസർ. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം. അല്ലാത്ത കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് എന്തിനൊക്കെ ഉണ്ടെന്നുള്ളത് ഞാനൊരു വീഡിയോ രൂപത്തിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്നാണ്. മനസ്സിലാകും. ഇന്നത് ചെന്നാലേ ഇന്നത് സംഭവിക്കുകയുള്ളൂ, ഇന്നത് ചെന്നാലേ ഇന്നത് സംഭവിക്കുകയുള്ളൂ. ഞാനല്ലാതെ ഒരു റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് സ്റ്റിയറിംഗ് തിരിച്ചാൽ വണ്ടി നിൽക്കുന്നില്ല, ഗിയർ ഇട്ടുകൊണ്ട് മാത്രമാണ് വണ്ടി നിർത്താൻ കഴിയുന്നില്ല. ഞാനൊരു സ്റ്റിയറിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നനയ്ക്കൊണ്ട് വണ്ടി സ്ലോ ആക്കാനോ സ്പീഡ് കൂട്ടാനോ കഴിയുന്നില്ല. നിങ്ങൾ ആദ്യമേ ഇറങ്ങി തിരക്കിനകത്തോ ആദ്യമേ ഇറങ്ങി ഇടുങ്ങിയ സ്ഥലത്തൂടോ സ്പേസ് കുറഞ്ഞ സ്ഥലത്തൂടോ ഒരു വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പേടി കൂടുമെന്നല്ലാതെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കയറാതെ പോലും വരും. കാരണം അതിലൊരു വ്യക്തത കിട്ടാതെ വരുന്ന നിങ്ങൾ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ നേരത്തേനെക്കാളും പേടി കൂടി വരാനുള്ള കാരണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേടി കൂടാതെ എളുപ്പത്തിൽ എങ്ങനെ ഒരു വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. തുടക്കക്കാരാണ്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, സ്വന്തമായി വണ്ടി വീട്ടിലുണ്ട്, ലൈസൻസും കയ്യിലുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വാഹനം ഓടിക്കാൻ അറിയാവുന്നവരൊന്നും ഈ ഒരു വീഡിയോ കാണുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. വീഡിയോ ചില ലെങ്തി ആണെന്ന് നിങ്ങൾ കട്ട് ചെയ്യാൻ പോകരുത്. തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ആ ചുറ്റിനും ഒരുപാട് പേര്, നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ലൈസൻസും കൊണ്ടും വാഹനവും വീട്ടിലുണ്ടായിട്ട് സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കാരണം ചോദിച്ചാൽ പറയാം ഞാൻ പഠിച്ചതാ, പക്ഷെ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, പേടി കൂടാതെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കാൻ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഡ്രൈവ് ചെയ്യുന്നത് സ്റ്റിയറിംഗ് വേണം, ക്ലച്ച് വേണം, ബ്രേക്ക് വേണം, ആക്സിലറേറ്റർ വേണം, ഗിയർ വേണം. ഇതിൽ നമുക്ക് ഓരോന്നിലും കൃത്യമായിട്ട് എന്തെല്ലാമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ കൃത്യമായിട്ട് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഉണ്ടായിരിക്കണം, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ബാലൻസ് ഉണ്ടായിരിക്കണം, ക്ലച്ചിന്റെ കൺട്രോളിന് ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം, ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നതിന്, ബ്രേക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്നും ബ്രേക്കിന്റെ കൺട്രോളിങ്, അതുപോലെ തന്നെ ആക്സിലറേറ്റർ എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ആക്സിലറേറ്റർ കൺട്രോൾ നമ്മൾ കൊടുക്കുന്നതിനൊരു ആക്സിലറേറ്റർ കൺട്രോളിങ് ഉണ്ടായിരിക്കണം. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ കൺട്രോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാഹനം ഇടുങ്ങിയ സ്ഥലത്ത് കിടക്കുമ്പോഴോ കാർപോർച്ച് കിടക്കുമ്പോഴോ വീടിന് മുറ്റത്ത് കിടക്കുമ്പോഴോ നമ്മളത് പ്രാക്ടീസ് ചെയ്യാതെ ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്ന്, അപ്പൊ ഇവിടെ നമുക്ക് തട്ടാനില്ല, മുട്ടാനില്ല, ഒരു വണ്ടി സ്വല്പം മുൻപോട്ട് നമുക്ക് പോകുമ്പോൾ നിർത്തണമെന്നുണ്ടെങ്കിലും സ്വല്പം മുൻപോട്ട് പോയാലും വലിയ പ്രശ്നങ്ങളില്ല. നിങ്ങൾ ഓരോന്നിലും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ബ്രേക്ക് നമ്മൾ ചവിട്ടുമ്പോൾ എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, ക്ലച്ചിന്റെ ഉപയോഗം എന്തിനാണ്, എന്തിനെല്ലാം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഗിയർ മാറുമ്പോൾ എന്താണ് സംഭവിക്കുക, ഇത് ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോ സ്റ്റിയറിംഗ് തൊടാതിരുന്നപ്പോ ഒന്നും സംഭവിക്കുന്നില്ല, നമുക്ക് എന്തെങ്കിലും സ്റ്റിയറിംഗും ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്റർ ഗിയറൊന്നും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഈ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ വീലൊന്ന് തിരിയുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അപ്പൊ ഈ സ്റ്റിയറിംഗെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി നിൽക്കില്ല, അതുപോലെ തന്നെ സ്പീഡ് കൂടില്ല, സ്ലോ ചെയ്യാൻ കഴിയില്ല, ഗിയർ മാറാൻ കഴിയില്ല, നിർത്താനും കഴിയില്ല. ഈ ഒരു വീഡിയോ കാണുന്ന 99% ആൾക്കാരും പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു സ്റ്റിയറിംഗും ഒരു ഗിയറും പഠിച്ചാൽ ഡ്രൈവർ ആയെന്നാണ്. ഒരു സ്റ്റിയറിംഗും ഗിയറും പഠിച്ചാൽ, ഇപ്പൊ ഞാൻ നിങ്ങളെ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തന്നത് ഒരു തിരിക്ക കൊണ്ടൊരു ഡ്രൈവിംഗ് ആകുന്നില്ല. ഉദാഹരണത്തിന് അതേപോലെ തന്നെ ഞാൻ കണ്ടേ ഗിയർ തൊടാതിരിക്കുമ്പോൾ ബന്ധമില്ല, ഞാൻ ഒരു ഗിയർ തൊടുന്ന ഓരോ ഗിയർ ഇടുമ്പോഴേ ഉള്ളൂ ബന്ധം വരുന്നത്. കണ്ടോ, വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഇടുന്നതിന് തനിയെ വാഹനം ഓടിക്കാൻ പേടിയാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. ആ ട്രിക്കും ടിപ്സും എന്താണ് വീഡിയോയിൽ പറയുന്നത്, പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്, മറ്റൊരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്. അതുകൊണ്ടാണ് നമുക്ക് സ്വന്തം വണ്ടി വീട്ടിലുണ്ടായിട്ട് നമുക്ക് സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കയറി ഒന്ന് മുൻപോട്ട് എടുക്കാൻ പോലും പേടി തോന്നാനുള്ള കാരണം. അപ്പം ഞാൻ പലയിടത്തും ക്ലാസ്സിന് ചെല്ലുമ്പോൾ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന്. അപ്പം പല പല മിസ്റ്റേക്കുകളാണ് പറയുന്നത്. അപ്പം ഞാൻ കയറി ഇരിക്കട്ടെ, ഞാൻ കഴിയുമ്പോൾ പറയാം. അപ്പൊ കയറ്റി ഇരുത്ത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാം, നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക് അല്ല, ഇന്ന മിസ്റ്റേക്കാണ്. അപ്പൊ ആ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാം എന്നും പറഞ്ഞ തെളിവ് സഹിതം കാണിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വണ്ടി ഓടിപ്പിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, കാരണം ആ ട്രിക്കും ടിപ്സും പലർക്കും പല പല മിസ്റ്റേക്ക് ആയതുകൊണ്ട് ആ ട്രിക്കും ടിപ്സും വീഡിയോയിൽ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ വരും. ഞാൻ ഉറപ്പ് തരുന്നു,
നിങ്ങളെ എന്റെ ജില്ല ഏതാണ് കരുതണ്ട. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കുകയാണ് എന്റെ ജില്ല വരും, എന്റെ ജില്ല വരും. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും കേരളത്തിലാണോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് ഗിയർ ഇട്ടു, സെക്കൻഡ് ഗിയർ ഇട്ടു, തേർഡ് ഗിയർ ഇട്ടു, ഫോർത്ത് ഗിയർ ഇട്ടു. ഗിയർ എന്തിനു വേണ്ടിയിട്ടാ? അപ്പം ഗിയറിനാണ്. അപ്പം ഈ ഫസ്റ്റ് ആണെങ്കിലും അതൊരു ഗിയറാണ്, സെക്കൻഡ് ആണെങ്കിലും ഒരു ഗിയറാണ്, തേർഡ് ആണെങ്കിലും ഒരു ഗിയറാണ്, അതുപോലെ തന്നെ ഫോർത്ത് ആണെങ്കിലും ഒരു ഗിയറാണ്. അപ്പൊ ഗിയർ തൊട്ടപ്പം മാത്രമേ സംഭവിച്ചുള്ളൂ. ഗിയർ തൊട്ടപ്പം ഗിയർ ഇടുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ആ ഗിയറെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഗിയർ ഇട്ടുകൊണ്ട് നമുക്ക് നിർത്താൻ കഴിയുന്നില്ല, ഒരു ഗിയർ ഇട്ടുകൊണ്ട് നമുക്ക് തിരിക്കാൻ കഴിയുന്നില്ല, ഒരു ഗിയർ ഇട്ടുകൊണ്ട് നമുക്ക് നിർത്താൻ കഴിയുന്നില്ല. അപ്പൊ ഒരു ഗിയർ ഇട്ടുകൊണ്ടോ ഒരു സ്റ്റിയറിംഗെ പിടിച്ച് തിരിച്ചുകൊണ്ടോ ഒരു ഡ്രൈവിംഗ് ആകുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും ആക്സിലേറ്ററിന്റെ ഓരോന്നും നമ്മൾ എന്തിനാണെന്ന് മനസ്സിലാക്കി നമ്മളെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആരും കൂടുതലായിട്ടൊന്നും പഠിപ്പിക്കണം. നിങ്ങൾ തന്നെ ആ വണ്ടിയെ കയറി ഇരുന്നുകൊണ്ട് ഇതെന്തിനാന്ന് നമുക്ക് തന്നെ അറിയാം. ബ്രേക്ക് എന്തിനാണ് നമുക്ക് ഒരു സാമാന്യ ഒരു ബുദ്ധിയുണ്ട്. അപ്പൊ അതിന് മാത്രമേ ഉള്ളൂ. അതിലും കൂടുതൽ കാര്യങ്ങൾ ആ ബ്രേക്കിനകത്ത് ഉണ്ടായിരുന്നു. ഞാനത് പഠിച്ചു വെച്ചിരിക്കുന്നതിന് അത്രയും മാത്രമുള്ള ക്ലച്ചിന് ഇത് നിങ്ങൾ തന്നെ ഒന്ന് ഇട്ട് നോക്കുക. കാരണം നമുക്ക് ഈ ക്ലച്ച് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂട്രാക്കാൻ നമുക്ക് ക്ലച്ച് വേണം, സ്റ്റിയറിംഗ് തിരിക്കാൻ നമുക്ക് ക്ലച്ച് വേണ്ട, അതുപോലെ തന്നെ ഗിയർ ഇടാൻ ക്ലച്ച് വേണം, വാഹനത്തെ ഒന്ന് മൂവ് ആക്കണമെങ്കിൽ ക്ലച്ച് വേണം, അതുപോലെ തന്നെ വണ്ടി സ്ലോ ആക്കണമെങ്കിൽ ബ്രേക്കിൽ സ്ലോ ചെയ്തോട്ട് പിന്നെ നമ്മൾ ബ്രേക്കിൽ സ്ലോ ചെയ്ത് ചിലപ്പോൾ വണ്ടി നിൽക്കും. പിന്നെ ആ സ്ലോയെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആര് വേണം? ക്ലച്ച് വേണം. പിന്നെ അതുപോലെ തന്നെ നിർത്താൻ സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടാതെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ സംഭവിക്കും, വണ്ടി ഓഫായി പോകും. അപ്പം ഒരു 3-4 കാര്യങ്ങൾ ക്ലച്ചിലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ബ്രേക്കിൽ എത്ര കാര്യങ്ങളുണ്ട്, ആക്സിലേറ്ററിന് എത്ര കാര്യങ്ങളുണ്ട്, സ്റ്റിയറിംഗിൽ ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്ന് തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, ഗിയർ ഇടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതിൽ ബ്രേക്കിനും ആക്സിലേറ്ററിന് കാര്യങ്ങളുണ്ട്. അത് കമന്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇന്നതിനൊക്കെയാണ് ബ്രേക്ക്, ഇന്നതിനൊക്കെയാണ് ആക്സിലേറ്റർ. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം. അല്ലാത്ത കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് എന്തിനൊക്കെ ഉണ്ടെന്നുള്ളത് ഞാനൊരു വീഡിയോ രൂപത്തിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാമെന്നാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു വ്യക്തത കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ ഒന്ന് കൈകൊണ്ടും കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്നത് ചെന്നാലേ ഇന്നത് സംഭവിക്കുകയുള്ളൂ, ഇന്നത് ചെന്നാലേ ഇന്നത് സംഭവിക്കുകയുള്ളൂ. ഞാനല്ലാതെ ഒരു റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് സ്റ്റിയറിംഗ് തിരിച്ചാൽ വണ്ടി നിൽക്കുന്നില്ല, ഞാനൊരു ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡ് കൂടുന്നില്ല, അല്ല ഞാനൊരു ഗിയർ ഇട്ടുകൊണ്ട് മാത്രമാണ് വണ്ടി നിർത്താൻ കഴിയുന്നില്ല, ഞാനൊരു സ്റ്റിയറിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നനയ്ക്കൊണ്ട് വണ്ടി സ്ലോ ആക്കാനോ സ്പീഡ് കൂട്ടാനോ കഴിയുന്നില്ല. അപ്പൊ ഇന്നതിലൊക്കെയാണ് നമ്മൾ ഓരോന്നോരോന്ന് നമ്മൾ ചെയ്യുന്നതിന്റെ ഓരോ കാര്യങ്ങളിൽ നമുക്ക് ഓരോന്നിനും വ്യക്തത കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും. അപ്പം അത് കണ്ടുകൊണ്ട് നമുക്ക് ഓരോ റോഡിലും, അതായത് ഇതുപോലെ പ്ലെയിനായ റോഡുകളിൽ വന്ന് നിങ്ങളുടെ കൈ കൊണ്ടും കാലും കൊണ്ടും ഇതൊന്ന് ചെയ്ത് വ്യക്തമായി കഴിയുമ്പോൾ നല്ല ഒരു ഗ്യാപ്പ് കൂടിയ റോഡ്, അതായത് വീതി കൂടിയ റോഡ്, നല്ല വളവുകളില്ലാത്ത റോഡുകളിൽ പോയി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നിങ്ങൾ ചെറിയ റോഡിലിടയ്ക്ക് ഇറങ്ങി തിരക്കുകളിലൊക്കെ ഇറങ്ങി ഓരോന്നോരോന്നല്ല, നിങ്ങൾ ആദ്യമേ ഇറങ്ങി തിരക്കിനകത്തോ ആദ്യമേ ഇറങ്ങി ഇടുങ്ങിയ സ്ഥലത്തൂടോ സ്പേസ് കുറഞ്ഞ സ്ഥലത്തൂടോ ഒരു വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പേടി കൂടുമെന്നല്ലാതെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കയറാതെ പോലും വരും. കാരണം അതിലൊരു വ്യക്തത കിട്ടാതെ വരുന്ന നിങ്ങൾ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ നേരത്തേനെക്കാട്ടിലും പേടി കൂടി വരാനുള്ള കാരണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ കണ്ട് അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.